നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജമാഅത്തെ ഇസ്ലാമി ബന്ധം എം.വി. ഗോവിന്ദന് വി.ഡി. സതീശന്റെ മറുപടി. എം.വി. ഗോവിന്ദന് ബോധപൂർവമായ മറവിയെന്ന് വി.ഡി. സതീശൻ പരിഹസിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് രണ്ടാം ദിനത്തിൽ ഉജ്ജ്വല സ്വീകരണം. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം. മഞ്ചേശ്വരം മണ്ണംകുഴിയിലെ അംഗൻവാടിയിൽ നടന്ന കവർച്ചാ കേസിൽ പ്രതി അറസ്റ്റിൽ. കർണാടക പുത്തൂർ നെല്ലിയാടി കൊക്കട സ്വദേശിയായ അഷ്റഫ് എന്നയാളാണ് അറസ്റ്റിലായത്. 3 നാൾ നീളുന്ന കാഞ്ഞങ്ങാട് സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. ബംഗാളരാഗത്തിൽ ഗിരിരാജസുധ എന്ന ത്യാഗരാജ കൃതിയോടെ വിവേക് സദാശിവം ഉദ്ഘാടന കച്ചേരിക്ക് തുടക്കം കുറിച്ചു. തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന പ്രകമ്പനത്തിന്റെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിലെത്തിയത് ആരാധകർക്ക് ആവേശമായി. കേരളത്തിലെ 90 തിയേറ്ററുകളിൽ ആദ്യ ഷോ പ്രദർശിപ്പിച്ചു തുടങ്ങിയ ചിത്രം സൂപ്പർ ഹിറ്റായതോടെ 200-ലധികം തിയേറ്ററുകളിലാണ് ഇപ്പോൾ പ്രദർശനത്തിനെത്തിയിട്ടുള്ളത്. പടന്നക്കാട് നെഹ്റു കോളേജിൽ നടക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ സ്റ്റേജിന മത്സരങ്ങൾക്ക് തിരിതെളിഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ജമാഅത്തെ ഇസ്ലാമി ബന്ധം എം.വി. ഗോവിന്ദന് വി.ഡി. സതീശന്റെ മറുപടി. എം.വി. ഗോവിന്ദന് ബോധപൂർവമായ മറവിയെന്ന് വി.ഡി. സതീശൻ പരിഹസിച്ചു. 45 വർഷം ജമാഅത്തെ ഇസ്ലാമിയെ തോളിൽ വെച്ചുകൊണ്ട് നടന്നവരാണ് CPM എന്നും UDF-നെ പിന്തുണച്ചാൽ മാത്രം ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയായി മാറുമെന്നും ലീഗുമായി പിണങ്ങിപ്പോയ ആളുകളെ കക്ഷത്തിൽ വെച്ചിട്ടാണ് CPM UDF-നെ വർഗീയത പഠിപ്പിക്കുന്നതെന്നും വി.ഡി. സതീശൻ കാസർഗോട്ട് പറഞ്ഞു. 42 വർഷക്കാലം ജമാഅത്ത് ഇസ്ലാമി CPM-ന്റെ കൂടെയിരുന്നു. ഈ ഗോവിന്ദൻ മാഷ് നിരവധി പ്രാവശ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ്. പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ്. പരസ്യമായി ഞാൻ ഗോവിന്ദൻ മാഷിന് ഇന്ന് തന്നെ അദ്ദേഹത്തിന് പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് ക്ലിപ്പായിട്ട് കൊടുക്കും. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജ് അയച്ചു കൊടുക്കാം. മറവി രോഗം വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മറവിയിൽ മനഃപൂർവ്വമായ മറവി. അദ്ദേഹത്തെ രോഗമാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തെ പോലെ പ്രധാനപ്പെട്ട ഒരാൾക്ക് പിന്നെ ഇല്ലെങ്കിൽ മറവി ഉള്ളതുപോലെ അഭിനയിക്കുക ഏതൊക്കെ പറയാം. ഇതൊക്കെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിലെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്. 42 വർഷക്കാലം തോളിൽ വെച്ചൊന്നും നടന്നാണ് ജമാഅത്ത് ഇസ്ലാമി. അന്ന് അവരിതെല്ലാം പറഞ്ഞാണ്. അന്ന് അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. അന്ന് അവരെ പറ്റി ന്യായീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അല്ലെ, സർക്കുലേഷനിലുണ്ടല്ലോ. ദേശാഭിമാനി എഡിറ്റോറിയൽ ചെയ്ത് സർക്കുലേഷനിലുണ്ടല്ലോ. ഈ നേതാക്കളെല്ലാം പരസ്യമായി വേദി പങ്കിട്ടതുണ്ടല്ലോ. അവരുടെ പരസ്പരം സന്ദർശിച്ചതിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അതെങ്ങനെ പെട്ടെന്ന് മറക്കുന്നത്? ഞങ്ങൾക്ക് അവർ പുറത്തു നിന്നൊരു പിന്തുണ പ്രഖ്യാപിച്ചപ്പോ അതെങ്ങനെ പെട്ടെന്ന് അവർ വർഗീയവാദികളാവുന്നത്? അതേവരെ 42 കൊല്ലക്കാലം മതേതരവാദികളായിരുന്നു, ഇപ്പൊ വർഗീയവാദികൾ. അതുപോലെ ലീഗിനെ കുറ്റപ്പെടുത്തുക. ലീഗിന് തീവ്രവാദം പോരാ, അല്ലെങ്കിൽ ലീഗിന് തീവ്രവാദം ഇല്ല. ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും ഉണ്ടായ സംഘർഷം പോലെ ഇവിടെ വർഗീയ സംഘടന ഉണ്ടായില്ല. അത് ശിഹാബ് തങ്ങളാണ് അത് തടുത്തു നിർത്തിയത് എന്ന് പറഞ്ഞ് ലീഗുമായി പിണങ്ങിപ്പോയ ആളുകൾ, അതായത് ലീഗ് തീവ്രവാദ സ്വഭാവം കാണിച്ചില്ല എന്ന് പറഞ്ഞ് ലീഗുമായി പിണങ്ങിപ്പോയ ആളുകളെ എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ടാണ് ഇവര് നമ്മളെ വർഗീയത പഠിപ്പിക്കാൻ പറ്റുന്നത്. ഇങ്ങോട്ട് വർഗീയത പഠിപ്പിക്കാൻ വേണ്ടി ഇരട്ടത്താപ്പാണ്. CPM-ന് ഇരട്ടത്താപ്പാണ്. പാർലമെന്റ് വരെ ന്യൂനപക്ഷ പ്രീണനം, പാർലമെന്റ് കഴിഞ്ഞപ്പോ ഭൂരിപക്ഷ പ്രീണനം, 2 കൂട്ടരും ഇല്ലാതായി. ഇപ്പൊ മൊത്തം കൺഫ്യൂഷനാണ്. അതുകൊണ്ട് എന്താ പറയുന്നത്, എന്താ പ്രവർത്തിക്കുന്നത്, പണ്ട് പറഞ്ഞതൊക്കെ മറക്കുക, അല്ലെങ്കിൽ മറന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യാം. മറ്റൊന്നുകൂടി പറഞ്ഞതിന്റെ ഭാഗമാണ് UDF കാണുന്നത് മലർപ്പൊടിക്കാരുടെ സ്വപ്നമാണെന്നാണ്. അല്ല, അതൊക്കെ അവർക്ക് പറയുമ്പോൾ ഞങ്ങൾ 100 സീറ്റിലധികം വന്ന് ജയിക്കുമെന്ന് പറയുമ്പോൾ അത് ജയിക്കുമെന്ന് ഗോവിന്ദൻ മാഷെ പോലെ ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? മാഷ്ക്ക് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒരു 110 ആക്കാം. ഞാൻ ഏതോ ഒരു ട്രോളിൽ കണ്ട് 110 പിണറായി വിജയൻ പറഞ്ഞപ്പോ അത് തോറ്റ് കഴിയുമ്പോ ഓടുന്ന സ്പീഡുണ്ടല്ല, പാടം വഴി കണ്ടം വഴി ഓടുന്ന സ്പീഡാണ് 110 കിലോമീറ്റർ. അവര് ജയിക്കുമെന്ന് അവര് പറഞ്ഞോട്ടെ. പിന്നെ ഞങ്ങൾ വികസനം അല്ലാതെ ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ എന്താണ് പുതുയുഗ യാത്ര എന്ന് പറഞ്ഞാൽ
കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചും കേരളത്തിലെ പുത്തൻ പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഇത് 30 ദിവസം കഴിയുമ്പോൾ അത് മനസ്സിലായിക്കോളും അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവ്. അദ്ദേഹം ഞങ്ങളുടെ യാത്രയെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും യാത്രയിലെ ചർച്ചകൾ എന്തെല്ലാം ആയിരിക്കണമെന്നും അദ്ദേഹം നൽകുന്ന ഉപദേശം കൂടി ഞങ്ങൾ സ്വീകരിക്കും. ഈ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ വാദം ഉയർത്തിപ്പിടിക്കുന്നു മുസ്ലിം യുവാക്കളെ വഴിതിരിച്ചുവിടാൻ അവരുടെ സംഘടനകൾക്കെല്ലാം അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിലൊക്കെ ഞങ്ങൾ ഇതിന് ഇടപെടണം. ഞങ്ങൾ ഇത് കേട്ടോ, ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഒരു സമുദായ സംഘടനകളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല. ഞങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ ജോലിയുണ്ട്. അവർക്കൊക്കെ പരസ്പരം ഫൈറ്റ് ചെയ്യാം, പരസ്പരം പരിചാരം, അല്ലെങ്കിൽ അവര് ഒരുമിച്ച് ചേരാം. എല്ലാവരും ഒരുമിച്ച് നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തമ്മിൽ യുദ്ധം ചെയ്യുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്യൂ. അതിലൊക്കെ കയറി അഭിപ്രായം പറയേണ്ട ആളല്ല രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും. പ്രതിപക്ഷ നേതാവിന്റെ ജോലി അതുമല്ല. ഓരോ സംഘടനയിൽ നടക്കും. നിങ്ങൾ NSS എന്തെങ്കിലും തീരുമാനം വന്നാൽ അപ്പ എന്റെ അടുത്തേക്ക് വരും, SNDP എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ എന്റെ അടുത്തേക്ക് വരും. സമസ്യയുടെ കാര്യം അതൊക്കെ പറയേണ്ട ആളല്ല ഞാൻ. ലോകത്തിൽ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പ്രതികരണം നടത്തേണ്ട ആളല്ല ഞാൻ. അതൊക്കെ ഓരോ സംഘടനകളിലെ ആഭ്യന്തര കാര്യം. അതൊക്കെ അവര് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷ മതരാഷ്ട്രവാദം ജമാഅത്ത് ഇസ്ലാമി എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇത് വന്ന് ചോദിച്ച് ഇത് സബ്ജക്റ്റ് ആക്കണ്ട. ഞാൻ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിന്റെ ഒരു പത്രസമ്മേളനം ഞാൻ കോട്ട് ചെയ്താണ്. അദ്ദേഹമുള്ള അതിന്റെ മെയിൻ ആള്. അദ്ദേഹം പറഞ്ഞത് ഞാൻ കോട്ട് ചെയ്താണ്. അവരൊക്കെ തമ്മിൽ സംഘടനാപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില പ്രശ്നമുണ്ട്. അതിലൊന്നും ഞങ്ങൾ കക്ഷിയാണല്ലോ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് 2ാം ദിനത്തിൽ ഉജ്ജ്വല സ്വീകരണം. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം. മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. AICC സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ MP ആണ് ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. PK കുഞ്ഞാലിക്കുട്ടി, N പ്രേമചന്ദ്രൻ MP, ഷിബു ബേബി ജോൺ, പുതുതായി UDF-ലേക്ക് വന്ന PV അൻവർ, CK ജാനു തുടങ്ങി ഘടകകക്ഷി നേതാക്കളും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. ആവേശോജ്വലമായ സ്വീകരണമാണ് ജാഥയ്ക്ക് 2ാം ദിനത്തിലും ലഭിച്ചത്. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം. വെറുതെയല്ല നമ്മൾ പോകുന്നത്. ഈ ദുർഭരണത്തെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. എവിടെയാണ് അവർ പരാജയപ്പെട്ടത് അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ ചെയ്യുന്ന പരിപാടികളുടെ കൃത്യതയും അതിന്റെ ആഴവും അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അടിസ്ഥാനപരമായ മാറ്റങ്ങളും കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇവര് തകർത്ത് കളഞ്ഞു. ഖജനാവിൽ പണമില്ല, പൂച്ച പെറ്റ് കിടക്കുകയാണ്. ആ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പിണറായി വിജയൻ പോകുന്നത്. അവിടെ നിന്ന് ഈ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നമുക്ക് പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. കേരളത്തിന്റെ ഇക്കോണമിയെ നമ്മൾ ഷൂട്ടപ്പ് ചെയ്യും, മാറ്റമുണ്ടാക്കും. അതിന് ഏറ്റവും ശാസ്ത്രീയമായ പ്രൊഫഷണലായ പദ്ധതികൾ നമ്മൾ കൊണ്ടുവരും. നികുതി ചോർച്ച നമ്മൾ തടയും. നികുതി ഭരണ സംവിധാനം നമ്മൾ പുനഃസംഘടിപ്പിക്കും. 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന ജാഥ മാർച്ച് 6-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം മണ്ണംകുഴിയിലെ അംഗൻവാടിയിൽ നടന്ന കവർച്ചാ കേസിൽ പ്രതി അറസ്റ്റിൽ. കർണാടക പുത്തൂർ നെല്ലിയാടി കൊക്കട സ്വദേശിയായ അഷ്റഫ് എന്നയാളാണ് അറസ്റ്റിലായത്. മഞ്ചേശ്വരം മണ്ണംകുഴിയിലെ അംഗൻവാടിയിൽ നടന്ന കവർച്ചാ കേസിൽ പ്രതിയെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു.
മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. കർണാടക പുത്തൂർ നെല്ലിയാടി കൊക്കട സ്വദേശിയായ അഷ്റഫ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉപ്പളയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്ന ഇയാൾ മഞ്ചേശ്വരം പരിധിയിൽ നടന്ന 3 കവർച്ചാ കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. കവർച്ച ചെയ്ത സ്വർണവും മറ്റ് വസ്തുക്കളും ഉപ്പളയിലെ ഒരു അന്യസംസ്ഥാനത്തുള്ളയാൾക്ക് വിൽപ്പന നടത്തിയതായി പ്രതി സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. കവർച്ചാ മുതൽ വാങ്ങിയ വ്യക്തിയെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്ന പ്രദേശങ്ങളിൽ കവർച്ച നടത്തി പിന്നീട് സ്ഥലം മാറുക എന്നതാണ് പ്രതിയുടെ പതിവ് രീതിയെന്നും വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ നടത്തിയതിനു ശേഷം താമസം മാറിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതായും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. 3 നാൾ നീളുന്ന കാഞ്ഞങ്ങാട് സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. ബംഗാളരാഗത്തിൽ ഗിരിരാജസുധ എന്ന ത്യാഗരാജ കൃതിയോടെ വിവേക് സദാശിവം ഉദ്ഘാടന കച്ചേരിക്ക് തുടക്കം കുറിച്ചു. 3 നാൾ നീളുന്ന കാഞ്ഞങ്ങാട് സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. ബംഗാളരാഗത്തിൽ ഗിരിരാജസുധ എന്ന ത്യാഗരാജ കൃതിയോടെ വിവേക് സദാശിവം ഉദ്ഘാടന കച്ചേരിക്ക് തുടക്കം കുറിച്ചു. ചക്കനിരാജ എന്ന ഗരഹരപ്രിയ രാഗത്തിലുള്ള ആദിതാള കീർത്തനം പ്രധാനമായി വിസ്തരിച്ചു പാടി. ആലങ്കോട് VS ഗോകുൽ വയലിനിലും BS പ്രശാന്ത് ബംഗളൂരു മൃദംഗത്തിലും വിഷ്ണു V കമ്മത്ത് ഘടകത്തിലും പക്കമേളമൊരുക്കി. ചിന്മയ മിഷൻ സംസ്ഥാന മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സംഗീതം ആസ്വദിക്കുമ്പോൾ കേവലം ഒരു ആസ്വാദനമല്ല, പ്രത്യേകിച്ച് കർണാടക സംഗീതം എല്ലാം ഭക്തിമയങ്ങളാണ്. അത് ഈശ്വരപ്രാപ്തിക്കുള്ള ഒരു ഉപായമാണ്, ഒരു ഉപാധിയാണ്. കേവലം സംഗീതാസ്വാദനമല്ല. നമ്മുടെ മോഡേൺ അടിപൊളി സംഗീതം എന്നൊക്കെ പറയില്ലേ, അടിപൊളി സംഗീതം അതല്ല ഇത് ഭക്തിമയങ്ങളാണ്. അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈശ്വര ദർശനമാണ്. അതാണ് കർണാടക സംഗീതത്തിനും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി അതിനും ഭക്തിമയത്വമുണ്ട്. അപ്പം ഭക്തി രസത്തിൽ ആണ് നമ്മൾ ഇരിക്കുന്നത്. സംഗീത ശ്രവണം നടത്തുമ്പോൾ നമ്മൾ ഭക്തിയിൽ ലയിച്ചു വരുന്നത്. ആ സമയത്ത് നമ്മുടെ മനസ്സ്. സംഗീത സഭാ പ്രസിഡന്റ് BR ഷേനായി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് TP ശ്രീനിവാസൻ സ്മരണിക മല്ലികാരാജന് കൈമാറി പ്രകാശനം ചെയ്തു. സുകുമാരൻ പെരിയച്ചൂർ, M ശ്രീകണ്ഠൻ നായർ, പല്ലവ നാരായണൻ, ഉഷ ഈശ്വര ഭട്ട്, സംഗീത സഭ ഗജാൻജി, PP ജഗദീശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന പ്രകമ്പനത്തിന്റെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിലെത്തിയത് ആരാധകർക്ക് ആവേശമായി. കേരളത്തിലെ 90 തിയേറ്ററുകളിൽ ആദ്യ ഷോ പ്രദർശിപ്പിച്ചു തുടങ്ങിയ ചിത്രം സൂപ്പർ ഹിറ്റായതോടെ 200-ലധികം തിയേറ്ററുകളിലാണ് ഇപ്പോൾ പ്രദർശനത്തിനെത്തിയിട്ടുള്ളത്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത പ്രകമ്പനം എന്ന കോമഡി ഹൊറർ ചിത്രം തിയേറ്ററുകളിൽ മികച്ച വിജയം നേടി മുന്നേറുന്നു. നല്ല സിനിമകളെ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന മലയാളക്കര അടുത്ത കാലത്ത് പൊട്ടിച്ചിരിയോടെ ഏറ്റെടുത്ത ചിത്രമാണ് പ്രകമ്പനം. കേരളത്തിലെ 90 തിയേറ്ററുകളിൽ ആദ്യ ഷോ പ്രദർശിപ്പിച്ചു തുടങ്ങിയ ചിത്രം റിലീസിന്റെ 2ാം വാരത്തിലേക്ക് എത്തിയപ്പോൾ 250-ലധികം ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട്. 210-ലധികം തിയേറ്ററിലാണ് സിനിമ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത്. ചിത്രത്തിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും വിജയാഘോഷം പങ്കുവയ്ക്കാൻ കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിലെത്തിയത് ആരാധകർക്ക് ആവേശമായി. ചിത്രത്തിന്റെ സംവിധായകൻ വിജേഷ് പാണത്തൂർ, തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച ശ്രീഹരി വടക്കൻ, ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, അല്ലമീൻ, ശീതൾ ജോസഫ്, സനീഷ് പല്ലി, സുബിൻ ടാർസൻ, ഷാന, ശ്രിയ, മുകേഷ് OMR, അബ്ദുൾ സമീർ കാങ്കോൽ, ബാലതാരൻ ദേവാനന്ദ്, രാമചന്ദ്രൻ പാണത്തൂർ തുടങ്ങിയവരാണ് ചിത്രത്തിന്റെ വിജയം ആഘോഷിക്കാൻ കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ എത്തിയത്. നമ്മുടെ വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത പ്രകമ്പനം ഒരാഴ്ചയായി തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിന് മുന്നാകെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം മികച്ച അഭിപ്രായവും അതുപോലെ തന്നെ എല്ലാ തിയേറ്ററുകളിലും നിറഞ്ഞ സദസ്സുമാണ്.
ഇപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ ഒരു 108 തിയേറ്ററാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് നമുക്ക് 290-300 അടുത്ത് തിയേറ്റർ നമുക്കിപ്പം ഈ ഒരാഴ്ചയിലുള്ളിൽ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് നമുക്ക് മൊത്തത്തിൽ ഏകദേശം 800 മുകളിൽ തിയേറ്റർ ഇപ്പോൾ കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോണ്ടാണ് എല്ലായിടത്തും കിട്ടുന്നുള്ളത്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സ്നേഹം ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് അനുഭവിച്ചറിയാൻ കഴിഞ്ഞതിൽ ഈ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടായിരിക്കണം. വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ വന്നൊരു ചെറിയ സിനിമയാണ്. പക്ഷേ പ്രേക്ഷകർ സ്വീകരിച്ചു, വലിയൊരു വിജയമാക്കി മാറ്റി തന്നു. അപ്പം ഈ അവസരത്തിൽ ഓരോരുത്തരോടും നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ടീം എത്തിയത് വളരെയധികം സന്തോഷം. പിന്നെ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. പ്രത്യേകം ഡയറക്ടർ സാറിന് നന്ദി പറയാണ്. നല്ല ഭാഗണ്ടേ അഭിനയിക്കാൻ പറ്റി. എല്ലാവരും സിനിമ വഴി കാണണം. കൂടാതെ കലാഭവൻ നവാസ്കയുടെ ഡബ്ബിംഗ് ചെയ്തത് ഞാനാണ്. പ്രകമ്പനം ഏറെക്കുറെ കേരള ജനത നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇനിയും എല്ലാവരും കാണണം. കാഞ്ഞങ്ങാട്ടുകാരനായ വിജേഷേട്ടൻ്റെ പടം ഗംഭീര വിജയത്തിലേക്കാണ്. ഈ ഒരു ചിത്രത്തിൽ ഞാനും ചെറിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഗണപതി, സാഗർ സൂര്യ, അൽ അമീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിൽ ശ്രീധൽ ജോസഫാണ് നായിക. വരുന്നത് ഇപ്പം ഇത്ര വേല നമ്മൾ കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് ആ ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സ്നേഹത്തിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു സമയത്ത്, സ്പെഷ്യലി ഈ ഒരു സമയത്ത് ഈ ഒരു ഷോ ഹൗസ്ഫുൾ ആയിട്ടിരിക്കണം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. താങ്ക് യു. നവരസ ഫിലിംസും കാർത്തിക് സുബ്ബരാജിന്റെ സ്റ്റോൺ ബെഞ്ച് സ്റ്റുഡിയോയും ചേർന്നാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. നദികളിൽ സുന്ദരി യമുനയ്ക്ക് ശേഷം വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ശ്രീജിത്ത് KS, കാർത്തികേയൻ S, സുധീഷ് N എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. കലാഭവൻ നവാസ് അവസാനമായി അഭിനയിച്ച ചിത്രം എന്ന പ്രത്യേകതയും പ്രകമ്പനത്തിനുണ്ട്. കാങ്കോൽ സ്വദേശി അബ്ദുൾ സമീറാണ് കലാഭവൻ നവാസിന് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത്. മല്ലിക സുകുമാരൻ, രാജേഷ് മാധവൻ, അസീസ് നെടുമങ്ങാട്, ഗായത്രി സതീഷ്, ലാൽ ജോസ്, കുടശനാട് കനകം, ബീന കൊടക്കാട് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. എറണാകുളത്തെ ഒരു ക്യാമ്പസും കണ്ണൂരും പശ്ചാത്തലമാക്കി ഒരുക്കിയ ചിത്രത്തിൽ ഹൊററിനൊപ്പം കോമഡി കൂടി ചേരുമ്പോൾ തിയേറ്ററുകൾ പൊട്ടിച്ചിരിയുടെ പ്രകമ്പനമായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. My Century Wedding Center. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. The best place of mine. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lines. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫാസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. പടന്നക്കാട് നെഹ്റു കോളേജിൽ നടക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ സ്റ്റേജ് ഇന മത്സരങ്ങൾക്ക് തിരിതെളിഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലം സാംസ്കാരിക മൂല്യച്യുതിയാണ് നിലവിൽ കൂടുതലെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു.
പടന്നക്കാട് നെഹ്റു കോളേജിൽ നടക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ സ്റ്റേജിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക മേഖലയെ സംബന്ധിച്ച് നമ്മളേവരും മനസ്സിലാക്കിയതുപോലെ വളരെ സമ്പന്നമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. എപ്പോഴും പറയുന്ന പോലെ ലോകത്തിന് തന്നെ മാതൃകയായി, നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളം സാംസ്കാരിക സമ്പന്ന കൊണ്ട് വളരെ ധന്യമാണ്. ഇങ്ങനെയൊരു സാംസ്കാരികമായിട്ടുള്ള ധന്യമായിട്ടുള്ള കേരളം രൂപപ്പെട്ടത് വെറുതെ രൂപപ്പെട്ടതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒട്ടനവധി നിരവധി കലാകാരന്മാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ പടുത്തുയർത്തിയിട്ടുള്ളതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ നന്ദജ് ബാബു അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ PV ഷാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സാജു ആമുഖ പ്രഭാഷണം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ M അശോകൻ, പ്രകമ്പനം സിനിമാ ടീം പ്രവർത്തകർ, കൌൺസിലർ മണി അനന്തംവള്ള, ഡോക്ടർ M സുകുമാരൻ, A അശോകൻ, പ്രൊഫസർ KT ചന്ദ്രമോഹൻ, ഡോക്ടർ KV പ്രമോദ് കുമാർ, ഡോക്ടർ P സജിത് കുമാർ, ഡോക്ടർ PK സജിത, ഡോക്ടർ KP അനീഷ് കുമാർ, ഡോക്ടർ ജോസഫ് തോമസ്, ഡോക്ടർ KV സുജിത്, K രാമനാഥൻ, ഡോക്ടർ T ദിനേശൻ, K പ്രണവ്, ഡോക്ടർ K മോഹനൻ, ഷൈനി എന്നിവർ സംബന്ധിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി കവിതാ കൃഷ്ണൻ സ്വാഗതവും വൈസ് ചെയർമാൻ ദിൽജിത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം അടൂട്ട് AKG ഭവനിൽ വെച്ചാണ് നടന്നത്. വെള്ളിക്കോത്ത് ജംഗ്ഷനിൽ ഏരിയ പ്രസിഡന്റ് M പൊക്ലന്റെ അധ്യക്ഷതയിൽ പതാക ഉയർത്തിയതോടുകൂടി സമ്മേളന പരിപാടികൾക്ക് തുടക്കമായി. CITU ജില്ലാ പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഏറെ കാലമായി നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, കഴിഞ്ഞ സമ്മേളനങ്ങളിലും നമ്മുടെ യോഗങ്ങളിലും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ താഴെ യൂണിറ്റുകളിലും ഏരിയ കമ്മിറ്റി, ഡിവിഷൻ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലെല്ലാം വന്നിട്ടുള്ള ചർച്ചകൾ CITU മുഖേന എത്തേണ്ടിടത്ത് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ കാര്യമായ ഒരു പരിഗണന ഇത്തവണ ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ബജറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു വിഭാഗം തൊഴിലാളികളോട് മാത്രമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷവും സ്വീകരിച്ചിട്ടുള്ള സമീപനം അങ്ങനെ തന്നെയാണ്. എല്ലാ വർഷത്തെയും ബജറ്റിൽ എല്ലാ വിഭാഗം തൊഴിലാളികളും കടന്നു വന്നില്ലെങ്കിൽ പോലും എല്ലാ വർഷത്തെയും ബജറ്റിൽ ഏതെങ്കിലും ഒരു വിഭാഗം തൊഴിലാളികൾ ഉണ്ടായിട്ടുണ്ട്. തൊഴിലാളികളെ പരിഗണിക്കാതെ LDF ഗവൺമെന്റിന്റെ ഒരു ബജറ്റും ഉണ്ടായിട്ടില്ല. ഇത്തവണ അത് കുറെ കൂടി വിപുലമാക്കാൻ വേണ്ടി കഴിഞ്ഞു. ബജറ്റ് 29-ാം തീയതി അവതരിപ്പിച്ചപ്പോൾ വേണ്ടത്ര പരിഗണന കിട്ടാതെ പോയ മറ്റു ചില വിഭാഗം തൊഴിലാളികളെ 6-ാം തീയതി ബജറ്റിന്റെ ചർച്ച കഴിഞ്ഞ് മറുപടി പ്രസംഗം നടത്തുമ്പോൾ അതിൽ ഉൾപ്പെടുത്തി പരിഗണിക്കുകയില്ല. കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച ലേബർ കോഡുകൾ പിൻവലിക്കുക, കേന്ദ്ര തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. ചാമുണ്ടിക്കുന്ന് ചാലിങ്കാൽ റോഡ് മെക്കാഡം ടാർ ചെയ്ത് എത്രയും പെട്ടെന്ന് യാത്ര സുഗമമാക്കുക, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക, ഓട്ടോ ചാർജ് പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ അധികാരികളോട് ആവശ്യപ്പെട്ടു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി ഉണ്ണിനായർ, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ എന്നിവർ സംസാരിച്ചു. രക്തസാക്ഷി പ്രമേയം KV സുനിൽകുമാർ വേലാശ്വരവും അനുശോചന പ്രമേയം U പ്രകാശൻ പുല്ലൂരും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി P രാഘവൻ പള്ളത്തിങ്കാൽ സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു.
വരവ് ചിലവ് കണക്കുകൾ UK പവിത്രൻ അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി M പൊക്ലനെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമാരായി C ബാലകൃഷ്ണനെയും സരിസൻ പെരളത്തെയും MK രാജനെയും PP മുഹമ്മദ് ഫൈസലിനെയും ദിനേശൻ ആവിലിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി ഉണ്ണി പാലത്തിങ്കാലിനെയും KV സുനിൽകുമാറിനെയും U പ്രകാശിനെയും രാജീവൻ കന്നിക്കുളങ്ങരെയും വിനീഷ് ഞാണിക്കടവിനെയും UK പവിത്രനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടന്നു. MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം കാഞ്ഞങ്ങാട്ട് വെച്ചാണ് നടന്നത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ 6 മാസത്തിനുള്ളിൽ അക്ഷയ സംരംഭകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ടാക്കുമെന്നും അക്ഷയ സംരംഭകർ നൽകിയ നിവേദനത്തിന് ചർച്ച ചെയ്ത് ശാശ്വത പരിഹാരം കാണുമെന്നും AKM അഷ്റഫ് MLA പറഞ്ഞു. ഞാനങ്ങനെ എൻ്റെ മുമ്പിലെത്തുന്ന ഒന്നും പരിശോധിക്കാനുള്ള ഒപ്പിട്ട് കൊടുക്കാൻ കാരണം എൻ്റെ നാട്ടിൽ അക്ഷയക്കാരുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. കാരണം അവരങ്ങനെ തട്ടിപ്പൊന്നും ചെയ്യില്ല, ബുദ്ധിമുട്ടിക്കില്ല. അവർ അക്ഷയക്കാരൻ ഈസിയായി എല്ലാവരോടും പറയും, ബുദ്ധിമുട്ടേണ്ട, MLA ഉണ്ടെങ്കിൽ ഒന്ന് MLA കോൺടാക്ട് ചെയ്തോ, MLA പട്ടം കിട്ടുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം ഇട്ട് കൊടുക്കുന്ന ആളാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഫീൽഡിൽ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് നന്നായിട്ട് അറിയാം. 2026 ഈ പൊതുസമ്മേളനത്തിൽ തന്നെ ഉറപ്പ് നൽകുന്നു. 26 ഞങ്ങളുടെ UDFന്റെ ഗവൺമെന്റ് വന്നാൽ അക്ഷയക്കാർക്ക് ആദ്യത്തെ ഒരു ഗുഡ് ന്യൂസ് വിതിൻ 6 months നിങ്ങൾക്ക് ഉണ്ടാകും. അതിനുവേണ്ടി തീർച്ചയായും പരിശ്രമിക്കുമെന്ന് നിങ്ങളോട് പറയുകയാണ്. നമ്പർ 2, നേരത്തെ ഞങ്ങളുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഒരു ബില്ലായി സഭയിൽ ഇത് കൊണ്ടുവരാനുള്ള ഒരാവശ്യം പ്രതിപക്ഷ നേതാവിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന്. തീർച്ചയായും നിയമസഭാ സമ്മേളനം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. സഭാ സമ്മേളനം വീണ്ടും 21, 22 മാർച്ച് വരെ സഭാ സമ്മേളനം നീണ്ടു നിൽക്കുകയാണ്. സഭാ സമ്മേളനം ചെയ്യുന്നതിന് മുമ്പ് പ്രതിപക്ഷ MLA ഒന്നിച്ചിരുന്ന് കയ്യിലുള്ള ഡാറ്റ വെച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. തീർച്ചയായും ആ ഒരു ബില്ല് കൊണ്ടുവന്ന് ഇത് 100% ഏതെങ്കിലും ഒരു ഗവൺമെന്റ് വരുമ്പോൾ നിങ്ങളെ തൊടാൻ കഴിയാത്ത രീതിയിൽ 100% നിങ്ങൾക്ക് ഒരു സംരക്ഷണ വലയം കിട്ടുന്ന രീതിയിൽ ഒരു തർക്കവും വേണ്ട. അങ്ങനെയൊന്നും നിങ്ങൾ അക്ഷയക്കാരെ ഞങ്ങളൊക്കെ പകരം നിങ്ങൾ ആരെയും തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങളുടെ പ്രയാസം വരുമ്പോൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ എപ്പോഴും ഒരു പഴയ അക്ഷയക്കാരൻ എന്ന നിലയ്ക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകും. അക്ഷയ സംരംഭകരായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുതിയ ജനപ്രതിനിധികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. അടുത്ത നമ്മുടെ കോട്ടയത്ത് നടന്നു കൊടുക്കുന്ന നമ്മുടെ പ്രദീപിനെ പറ്റി എല്ലാവരുടെയും സമ്മതത്തോടുകൂടി അടുത്ത ഈ നിമിഷത്തിൽ എല്ലാവരുടെയും ആദരിക്കും. നന്ദി, നമസ്കാരം. സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ നിഷാന്ത് CY റിപ്പോർട്ട് അവതരണം നടത്തി. സംസ്ഥാന സെക്രട്ടറി AP സദാനന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് PDA റഹ്മാൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി പ്രമോദ് K. റാം നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഫാഷന്റെ തലസ്ഥാനമായ കാസർഗോഡിന് ഇനി മുതൽ വസ്ത്രവൈവിധ്യങ്ങളുടെ വിസ്മയ ലോകമായ ശോഭികയുടെ പ്രൗഢിയും. കാസർഗോഡ് MG റോഡിൽ 1,00,000 സ്ക്വയർ ഫീറ്റിൽ 4 നിലകളിലായാണ് ശോഭിക വെഡിങ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പരമ്പരാഗത വസ്ത്രങ്ങളോടൊപ്പം ആധുനിക ട്രെൻഡിംഗ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ശോഭിക വെഡിംഗ് മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വസ്ത്രവ്യാപാര രംഗത്ത് പുതുചരിത്രം കുറിച്ച് പാരമ്പര്യത്തികവും ആധുനികതയും സമന്വയിക്കുന്ന വസ്ത്ര വൈവിധ്യങ്ങളുടെ വിസ്മയലോകം ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തിയ ശോഭിക വെഡ്ഡിങ്സിന്റെ ഏറ്റവും വലിയ ഷോറൂം കാസർഗോട്ട് പ്രവർത്തനമാരംഭിച്ചു.
കാസർഗോഡ് MG റോഡിൽ 1 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ 4 നിലകളിലായാണ് ശോഭിക വെഡ്ഡിങ്സ് പ്രവർത്തനമാരംഭിച്ചത്. പ്രൗഢമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ശോഭിക വെഡ്ഡിങ്സ് മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ മറ്റു പ്രിയപ്പെട്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച ഈ 7ാമത് ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോഴും ഇവിടെ താല്പര്യപൂർവ്വം എത്താൻ ഞാൻ ശ്രമിക്കുന്നത് കേവലം ഒരു കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി ആയല്ല ശോഭിക പ്രവർത്തിക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റേതായ ഗുണങ്ങളും ലാഭവിഹിതങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്ത സാധാരണക്കാർക്ക് കൂടി ഉള്ള വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് ശോഭിക ചെയ്യുന്ന ഈ മാതൃകാപരമായ ദൗത്യം നമുക്കൊക്കെ ഏറെ സന്തോഷവും ശ്ലാഘനീയവുമാണ്. ഇമ്പിച്ചക്കയുടെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും ഒക്കെ കഴിഞ്ഞ ഒരുപാട് കാലത്തെ കഠിനാധ്വാനം, സത്യസന്ധതയും അതുപോലെ സമർപ്പണവും ഇതൊക്കെയാണ് ഇതിൻ്റെ വിജയം. ഇതിൻ്റെ തലമുറയിൽപ്പെട്ട ശിഹാബ് അടക്കമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വളരെ അഗ്രസീവായിക്കൊണ്ട് അസാധ്യമായതൊന്നുമില്ല എന്ന് തെളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് തൊഴിലുകൾ ഇല്ലാത്തൊരു കാലഘട്ടം ആയി നാം മാറുമ്പോൾ തൊഴിലുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഇത്തരം സംരംഭങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഓരോ സെക്ഷനുകളുടെയും ഉദ്ഘാടനം പ്രത്യേകമായി നടന്നു. ആദ്യ വിൽപ്പനയും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. MLA-മാരായ NA നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, വൈസ് ചെയർമാൻ KM ഹനീഫ്, വാർഡ് കൗൺസിലർ രാജേഷ് അമൈ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ്, ശോഭിക വെഡ്ഡിങ്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഇമ്പിച്ചി അഹമ്മദ്, ഡയറക്ടർമാരായ ഇർഷാദ് ഫജർ, ഷംസു കല്ലിൽ, ഹാഷിർ ഫജർ എന്നിവരും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമുൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. 50 വർഷം മുന്നേ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് ഒരുപാട് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു 200ഓളം ഞങ്ങളുടെ പാർട്ട്നേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഞങ്ങളുടെ പാർട്ട്നേഴ്സാണ് ഇതിൻ്റെ ഞങ്ങളുടെ മുതൽക്കൂട്ട്. ഞങ്ങളെ വളരെ ചെറിയ രീതിയിൽ ഒരുപാട് ആളുകൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം മാത്രമല്ല, അതിനപ്പുറം ഉള്ള ഒരു സ്ഥാപനമാണ്. വർഷങ്ങൾ കൊണ്ട് നെയ്തെടുത്ത വിശ്വാസം കൈമുതലാക്കിയാണ് ഫാഷൻ ലോകത്തെ വിസ്മയമായ ശോഭിക വെഡ്ഡിങ്സ് സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോട്ടും പ്രവർത്തനമാരംഭിച്ചത്. പരമ്പരാഗത വസ്ത്രങ്ങളോടൊപ്പം ആധുനിക ട്രെൻഡിംഗ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബ്രൈഡൽ സോൺ, ലെഹങ്ക, സാരികൾ, മെൻസ് വെഡ്ഡിംഗ് കളക്ഷൻ, സൽവാർ, പാർട്ടി വെയർ, മെൻസ് വെയർ, ലേഡീസ് വെയർ, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ വിഭാഗം എന്നിവയ്ക്ക് പുറമെ ഫുട്വെയർ, ഫാൻസി, ഹോം ഡെക്കർ, വാച്ചുകൾ, പെർഫ്യൂം തുടങ്ങി വിവാഹത്തിനാവശ്യമായ എല്ലാം ഒരിടത്ത് ലഭിക്കുന്ന കംപ്ലീറ്റ് വെഡ്ഡിംഗ് മാൾ എന്ന ആശയമാണ് ശോഭിക കാസർഗോട്ട് യാഥാർത്ഥ്യമാക്കിയത്. ഉപഭോക്താക്കളുടെ താൽപ്പര്യത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള പ്രത്യേക സൗകര്യവും ഷോറൂമിലുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാനങ്ങളും പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്.
ഉദ്ഘാടന ദിനത്തിൽ നടന്ന ലൈവ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 4 പേർക്ക് ഒന്നാം സമ്മാനമായി 25,000 രൂപ വീതവും രണ്ടാം സമ്മാനമായി ഡയമണ്ട് നെക്ലേസും നൽകി. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാൻ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരങ്ങളാണ് എത്തിയത്. ആദ്യദിന ഷോപ്പിങ്ങിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൾ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. ഗ്ലാസ്, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ 10-ന് മാർച്ചും കൂട്ടധർണയും സംഘടിപ്പിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരി 10-ന് അലാമിപ്പള്ളിയിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ജില്ലാ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ മാർച്ചും കൂട്ടധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാസങ്ങളായി മുടങ്ങിയിരിക്കുന്ന പെൻഷൻ കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യുക, വിരമിച്ചവരുടെ അംശാദായ തുക കാലതാമസം കൂടാതെ നൽകുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുകയും സമയബന്ധിതമായി വിതരണം ചെയ്യുക, അംശാദായം 100 രൂപയാക്കുക, പെൻഷൻ 5,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങി അടിയന്തര ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തുന്നത്. രാവിലെ 9:30-ന് കോവൽപ്പള്ളിയിൽ നിന്നും ആരംഭിക്കും. 10 മണിക്ക് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ ബി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർമ്മ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ബി സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് രാജു കപ്പണക്കാൽ, സെക്രട്ടറി MR രജീഷ്, വൈസ് പ്രസിഡന്റ് വി ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറി സി വിദ്യാധരൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി KV വിനീത്, ക്ഷേമ ഫണ്ട് ബോർഡ് മെമ്പർ പി തമ്പാൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്ഷേമനിധിയിൽ സർക്കാർ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങളുമായി ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ രംഗത്ത്.
സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് കാരുണ്യസ്പർശം സംഭാവന പദ്ധതിയെന്നും വിവിധ ക്ഷേമ പദ്ധതികൾക്കും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാന്ത്വനം 2026 എന്ന പേരിൽ ഇന്ന് കാസർഗോഡ് ഞങ്ങളുടെ AKRയുടെ ഭവനുണ്ട്. അവിടെ വെച്ച് 1:30 മണിയോടുകൂടി ഞങ്ങളുടെ മെമ്പർമാർ വരും. അവിടെ വെച്ച് ഞങ്ങൾ ആ തുക ഈ മരണപ്പെട്ടു രഘുനാഥിൻ്റെ ഭാര്യയ്ക്ക് കൈമാറുകയാണ്. ഈ പദ്ധതി ഞങ്ങളിത് ആരംഭിച്ചപ്പോൾ നിരവധി ആളുകൾ നല്ല പരിപാടിയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ആത്മാർത്ഥമായി ഗവൺമെൻറ് മന്ത്രിമാർ ഉൾപ്പെടെ അഭിനന്ദിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ചില ആളുകൾ വ്യാജ പരാതികളുമായി ഗവൺമെൻറ് സമീപിച്ചിരിക്കുക. ഊരും പേരും ഇല്ലാത്ത പരാതികൾ. ലാൽ സലാം ഒരു പറ്റം റേഷൻ വ്യാപാരികൾ, ഇതാണ് പരാതി. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഏക വിചിത്രമായ കാര്യമാണ്, ഇത് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ മുഴുവൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യമാണ് ഈ പദ്ധതി. പക്ഷേ ഇതിൻ്റെ നടത്തിപ്പുകാർ മോശമാണ്. നടത്തിപ്പുകാർ ചതിയന്മാരും കൊള്ളക്കാരും വഞ്ചകരും. അത് ഞങ്ങളൊക്കെ. അത് ഞങ്ങളെ മാറ്റി ഗവൺമെൻറ് ഈ പദ്ധതി ഏറ്റെടുക്കണം. ഇതാണ് ഈ ഒരു കൂട്ടം ലാൽ സലാം റേഷൻ വ്യാപാരികളെന്ന് പറഞ്ഞ് ഊരും പേരും ഇല്ലാതെ നൽകിയ പരാതിക്കാരുടെ ആവശ്യം. ഏതായാലും വിജിലൻസ് ഉൾപ്പെടെ എല്ലാ അന്വേഷണം നടത്തി അവർക്ക് കാര്യം ബോധ്യമായി. ഇപ്പോൾ ഞങ്ങൾ നേരിടുന്നൊരു പ്രശ്നം, ഞങ്ങളുടെ അംഗങ്ങൾക്ക് മാത്രമേ ഈ മെമ്പർഷിപ്പ് കൊടുക്കൂ. ഇതിലെ ഇപ്പം മറ്റ് പല സംഘടനകളിലെ അംഗങ്ങൾ ഞങ്ങളെ ചേർക്കണം എന്ന് പറഞ്ഞ് വരിക. അതാണ് ഇവരുടെ അങ്കലാപ്പ്. ഈ മറ്റ് സംഘടനകളുടെ അങ്കലാപ്പും അത് തന്നെയാണ്. ഏതായാലും ഈ കാരുണ്യ പദ്ധതിയുമായി, ജീവകാരുണ്യ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാസർഗോഡ് ജില്ലയിലെ എല്ലാ താലൂക്കിലും ഞങ്ങൾക്ക് അംഗങ്ങളുണ്ട്. ആ അംഗങ്ങൾ 3000 രൂപ വീതം തന്നവരുണ്ട്. 5 കൊല്ലത്തേക്ക് ഒരുമിച്ച് തുക അടയ്ക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ 14,000 രൂപ 1000 രൂപയുടെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെയും കാസർഗോഡ് ജില്ലയിൽ 2 പേര് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ 5 കൊല്ലം കൊണ്ട് 3000 രൂപ വീതമാണ് ഞങ്ങൾ ഈ അംഗങ്ങളിന് പിരിക്കുന്നത്. അതായത് 5 കൊല്ലം കൊണ്ട് 15,000 രൂപ. ആ 15,000 രൂപ പിരിച്ചാൽ ഞങ്ങൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നില്ല. ആ തുക പിരിച്ച് ഇവിടെ ഈ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്ന ഒരു ബാങ്കിൽ എൻ്റെയും പ്രസിഡന്റ് സെക്രട്ടറിയുടെയും ട്രഷററുടെയും പേരിലും ഇവിടെ സതീശൻ ഇടവേലിയുടെ പേരിലും ജില്ലയിൽ നിന്നുള്ള നോമിനി അദ്ദേഹം, ഞങ്ങൾ 4 പേരുടെ പേരിൽ ഇവിടെ കാഞ്ഞങ്ങാട് ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്കിൽ, അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്കിലാണ് ആ തുക നിക്ഷേപിച്ചിരിക്കുന്നത്. അത് 5 കൊല്ലത്തേക്കാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അതാണ് എല്ലാ ജില്ലയിലും 14 ജില്ലയിലും ഇതുപോലെ തുക നിക്ഷേപിച്ചിരിക്കുക. ഒരു തുകയും ഞങ്ങൾ എടുക്കുന്നില്ല. 3 മാസം കൂടുമ്പോൾ അതിൻ്റെ പലിശ തൃശ്ശൂരെ കാരുണ്യ ഓഫീസുണ്ട് ഞങ്ങളുടെ, അങ്ങോട്ട് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് ബാങ്കിലേക്ക്. അതും കയ്യിലേക്കല്ല. അത്ര സുതാര്യമായിട്ട് ഈ പദ്ധതി കൊണ്ടുപോവുകയാണ്. AKRRDA സംസ്ഥാന പ്രസിഡന്റും മുൻ MLAയുമായ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ, ജനറൽ സെക്രട്ടറി T. മുഹമ്മദ് അലി, വർക്കിംഗ് പ്രസിഡന്റ് C. മോഹനൻ പിള്ള, ട്രഷറർ N. മുഹമ്മദ് അലി, B. ഉണ്ണികൃഷ്ണപിള്ള ചെങ്ങന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 22 വർഷത്തെ അതിർത്തി രക്ഷാസേനയിൽ രാജ്യസേവനം അനുഷ്ഠിച്ച് വിരമിച്ചു വരുന്ന ഹവേൽദാർ സുരേഷ് കുമാർ EVക്ക് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ കാസർഗോഡ് ജില്ലാ SBSF പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ വമ്പിച്ച സ്വീകരണം നൽകി. 22 വർഷത്തെ അതിർത്തി രക്ഷാസേനയിൽ രാജ്യസേവനം അനുഷ്ഠിച്ച് വിരമിച്ചു വരുന്ന ഹവേൽദാർ സുരേഷ് കുമാർ EVക്ക് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ കാസർഗോഡ് ജില്ലാ SBSF പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ വമ്പിച്ച സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ജോസഫ്, രക്ഷാധികാരി നാരായണൻ പാലാട്ട്, ട്രഷറർ സുകുമാരൻ T, എക്സിക്യൂട്ടീവ് മെമ്പർമാരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഫെബ്രുവരി 8 വരെ നടക്കും. കാഞ്ഞങ്ങാട് കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഫെബ്രുവരി 8 വരെ തീയതികളിലായാണ് നടക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിക്ക് വരവേൽപ്പ് നൽകി. തുടർന്ന് ഭാഗവത മഹാത്മ്യം പാരായണവും പ്രഭാഷണവും നടന്നു. രാത്രി 8 മണിക്ക് വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഭജന സമിതിയുടെ ഭജനയും നടന്നു. രാവിലെ 6:30 മുതൽ പാരായണവും പ്രഭാഷണവും. വൈകിട്ട് 7 മണിക്ക് മോലോത്തുംകുഴി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവേശ്വര വിളക്കുപൂജ, കൃഷ്ണാവതാര ഘോഷയാത്ര, രുക്മിണി സ്വയംവര ഘോഷയാത്ര എന്നിവയും നടന്നു.
നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തോക്കാനത്ത് തോക്കാനം വീട് തറവാട് കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. പാക്കം പള്ളിപ്പുഴ തോക്കാനത്ത് തോക്കാനം തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തി, മൂവാളംകുഴി ചാമുണ്ടിയമ്മ, പടിഞ്ഞാറേ ചാമുണ്ടിയമ്മ, പൊട്ടൻ തെയ്യം, കാർന്നോൻ തെയ്യം, ഗുളികൻ തെയ്യം എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കോത്ത് വിജ്ഞാനദായിനി ദേശീയ വിദ്യാലയം ശതാബ്ദി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് വെള്ളിക്കോത്ത് യങ് മെൻസ് ഗ്രൗണ്ടിലാണ് പരിപാടി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിക്കോത്ത് വിജ്ഞാനദായിനി ദേശീയ വിദ്യാലയം ശതാബ്ദി ആഘോഷം 2026 ഡിസംബർ വരെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ നടക്കും. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെബ്രുവരി 8 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് വെള്ളിക്കോത്ത് യങ് മെൻസ് ഗ്രൗണ്ടിൽ നിർവഹിക്കും. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിക്കും. എം രാജഗോപാലൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനുമായ VV രമേശൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ K സബീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K ബിന്ദു, വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക B പ്രേമ, PTA പ്രസിഡന്റ് KV വിദ്യാധരൻ, യങ് മെൻസ് ക്ലബ് പ്രസിഡന്റ് PP കുഞ്ഞികൃഷ്ണൻ നായർ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരായ അഡ്വക്കേറ്റ് K രാജ്മോഹൻ, KV കൃഷ്ണൻ, PV സുരേഷ്, വേലായുധൻ കൊടവലം, ഹമീദ് ഹാജി, M ഹമീദ് ഹാജി, PP രാജു, രാഹുൽ, ഷാജി M, സ്റ്റീഫൻ ജോസഫ്, പ്രമോദ് കരുവളം എന്നിവർ സംസാരിക്കും. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി കൺവീനറുമായ VV തുളസി സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ K പ്രസേനൻ നന്ദിയും പറയും. അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുകയും ആവശ്യപ്പെടുകയുമൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ഇവിടെ കാസർഗോഡ് ജില്ലയിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഘട്ടത്തിൽ വിജ്ഞാനദായിനിയുടെ ശതാബ്ദി ആഘോഷ പരിപാടിയുടെ തുടക്കം കുറിക്കുന്ന ചടങ്ങ് കൂടി ഉദ്ഘാടനം ചെയ്യാമെന്ന് അദ്ദേഹം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്നതിൻ്റെ പ്രാധാന്യം ഇതിന് പ്രത്യേകമായി ഉള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഈ പത്രസമ്മേളനം ഉൾപ്പെടെ നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ പരിപാടി എല്ലാ തരത്തിലുള്ള പ്രചരണങ്ങളും നൽകി സഹായിക്കുന്നതിന് നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് ഒറ്റ ദിവസമേ ഉള്ളൂ, നിങ്ങൾ പത്രത്തിലൊക്കെ കൊടുത്താൽ നാളെ പത്രത്തിൽ വരും. അപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന പരിപാടി നടത്തുന്നതിനുള്ള സമയമാവും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഇ ചന്ദ്രശേഖരൻ MLA, കൺവീനർ VV തുളസി, മൂലക്കണ്ടം പ്രഭാകരൻ, K പ്രസേനൻ, V ഗിനീഷ്, PK നിശാന്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജമാഅത്തെ ഇസ്ലാമി ബന്ധം MV ഗോവിന്ദന് VD സതീശന്റെ മറുപടി. MV ഗോവിന്ദന് ബോധപൂർവമായ മറവിയെന്ന് VD സതീശൻ പരിഹസിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് 2ാം ദിനത്തിൽ ഉജ്ജ്വല സ്വീകരണം. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം. മഞ്ചേശ്വരം മണ്ണംകുഴിയിലെ അംഗൻവാടിയിൽ നടന്ന കവർച്ചാ കേസിൽ പ്രതി അറസ്റ്റിൽ. കർണാടക പുത്തൂർ നെല്ലിയാടി കൊക്കട സ്വദേശിയായ അഷ്റഫ് എന്നയാളാണ് അറസ്റ്റിലായത്. 3 നാൾ നീളുന്ന കാഞ്ഞങ്ങാട് സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. ബംഗാളരാഗത്തിൽ ഗിരിരാജസുധ എന്ന ത്യാഗരാജ കൃതിയോടെ വിവേക് സദാശിവം ഉദ്ഘാടന കച്ചേരിക്ക് തുടക്കം കുറിച്ചു.
തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന പ്രകമ്പനത്തിന്റെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിലെത്തിയത് ആരാധകർക്ക് ആവേശമായി. കേരളത്തിലെ 90 തിയേറ്ററുകളിൽ ആദ്യ ഷോ പ്രദർശിപ്പിച്ചു തുടങ്ങിയ ചിത്രം സൂപ്പർ ഹിറ്റായതോടെ 200-ലധികം തിയേറ്ററുകളിലാണ് ഇപ്പോൾ പ്രദർശനത്തിനെത്തിയിട്ടുള്ളത്. പടന്നക്കാട് നെഹ്റു കോളേജിൽ നടക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ സ്റ്റേജിന മത്സരങ്ങൾക്ക് തിരിതെളിഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.